വീഡിയോസ് പൊതുവേ ചെയ്യണമെന്ന് കരുതുമ്പോൾ എവിടെ തുടങ്ങും, എന്ത് ചെയ്യും എന്നുള്ളൊരു ധാരണ കിട്ടിയിരുന്നില്ല. പലപ്പോഴും ഒരു ആശയക്കുഴപ്പമാണ്. അതിൽ ആ ഒരു ആശയക്കുഴപ്പത്തിൽ ഒരു തീർപ്പ് വന്നതുകൊണ്ട് ഒരു പുതിയ തുടക്കം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന നേരത്ത് പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ നേരിടുന്നൊരു പ്രശ്നം, വീഡിയോൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. എന്നാൽ അങ്ങോട്ട് തുടങ്ങാം, ഒരു പെർഫെക്റ്റ് ആക്കുക എന്നതിന് അപ്പുറത്തേക്ക് അങ്ങോട്ട് തുടങ്ങാം, അതായിരിക്കും നല്ലതെന്ന് കരുതുമെങ്കിലും ഒരുപാട് തുടങ്ങും, അതൊക്കെ ഒടുങ്ങും, ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അത് പലപ്പോഴും ഒരു വിഷയത്തിലൊരു തീർപ്പാവാത്ത കൊണ്ട് കൂടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു തീർപ്പ് കിട്ടി. അതിലൊന്ന് കഥകളാവാം ഒരു വിഷയം എന്നുള്ളതാണ്. കാരണം കഥകൾക്ക് മനുഷ്യ ജീവിതത്തിൽ വല്ലാത്തൊരു സ്വാധീനം ഉണ്ടല്ലോ. ഒരു കാലത്തെ കഥകൾ പിന്നീട് മതങ്ങളാവുകയും അത് ലോകമാകെ പടരുകയും മനുഷ്യരിലൊക്കെ സ്വാധീനം ചെലുത്തുകയും ചെയ്തില്ലേ. പലതരം കഥകൾ പല രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനെ നയിക്കുന്നുണ്ട് മുന്നോട്ട്. അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ മാത്രമല്ല, കഥകളും ഒരു വിഷയമാക്കാം എന്ന് കരുതി രണ്ടാമത്തെ വിഷയം മതങ്ങളും കഥകളുമൊക്കെയായി പിന്നെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുമായി ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ആദ്യമായി തുടങ്ങി വെച്ചിട്ടുള്ള ചാനലിനൊരു തുടർച്ച നൽകാം എന്നൊക്കെയാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, നിൽക്കുക, ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, ഈ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. അതൊക്കെ നിങ്ങളുടെ മാത്രം താല്പര്യമാണ്, അല്ലാതെ എൻ്റേതായ അഭ്യർത്ഥനകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന വഴിയിലൂടെ പ്രകടിപ്പിക്കട്ടെ. ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവരിടം വിട്ടു പോകട്ടെ. എന്ന് പറയുമ്പോൾ എൻ്റെ ചാനലിൽ വന്നിട്ടോ എൻ്റെ സജഷൻ കണ്ടിട്ടോ വന്ന് വീഡിയോസ് കാണുന്നത് സ്കിപ്പ് ചെയ്ത് പോകാം എന്ന് ഞാൻ പറഞ്ഞു. അത് അത്രത്തോളം വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ ഈ വീഡിയോ വന്ന് കയറിയിട്ട് അവൻ്റെ വീഡിയോ വന്ന് കയറ്റിയിട്ട് അവൻ പറയാണ് നമ്മുടെ ഫോൺ വിട്ടു പോകാൻ എന്നൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ മതമുള്ളവരും മതമില്ലാത്തവരും തമ്മിലുള്ള സംവാദങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ പലതരം ഗ്രൂപ്പ് സംവാദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പലതരം സംവാദ ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ ഒന്ന് വാച്ച് ചെയ്താൽ, ഈ സംവാദങ്ങളിൽ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജയിച്ചേ തീരൂ, തൻ്റെ ഭാഗം എങ്ങനെയും ജയിപ്പിച്ചേ തീരൂ എന്ന വാശിയോടെ സംസാരിക്കുന്ന ചില ആളുകളുടെ വാദങ്ങളും നോക്കിയാൽ മതി. പഠിക്കാൻ തയ്യാറല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 ചെവി അല്ലെങ്കിൽ 3 കൊമ്പ് എന്നൊക്കെ പറയുന്ന നിലപാടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം നിലപാടുള്ള ആളുകൾ ആ ഒരു വാദം ജയിക്കാൻ വേണ്ടി പലതരം വിചിത്രമായ വാദഗതികൾ മുന്നോട്ട് വെക്കും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏതായാലും കഥകളും മതങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പതിയെ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് വീണ്ടും ഞാൻ.